ഹായ് ഓൾ, ഈ ഒരാഴ്ചയിൽ നിങ്ങളുടെ എനർജി എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. അതുപോലെ ഈ ഒരാഴ്ചയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 5 കാർഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. സോ നമ്മുടെ ഫസ്റ്റ് കാർഡ് വന്നത് ഡെത്താണ്. ഒരു മാറ്റത്തിന് സമയമായി നിൽക്കുന്ന ഒരു എനർജിയാണ്. സോ നമുക്ക് മനസ്സിലാക്കാം, നിങ്ങളുടെ എനർജി വളരെ പോസിറ്റീവാണ്. നിങ്ങളൊരു മാറ്റത്തിന് വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുന്ന ഒരു എനർജിയാണ്. സെക്കൻഡ് കാർഡ് നമുക്ക് വന്നത് ഏസ് ഓഫ് വാൻഡ്സ് ആണ്. അതായത് നിങ്ങൾ കുറേ നാളായിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ആക്ഷൻ എടുക്കണമെന്ന് തീരുമാനിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ആക്ഷൻ എടുക്കാനുള്ളൊരു ടൈമാണ്. നിങ്ങൾ ആ ഒരു ആക്ഷൻ എടുക്കണമെങ്കിൽ നിങ്ങളുടെ ചിന്തകളിൽ കുറച്ച് മാറ്റങ്ങൾ ആവശ്യമാണ്. നിങ്ങളുടെ എനർജി പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ആക്ഷൻ എടുക്കാൻ അത് സഹായിക്കും. അതുപോലെ തന്നെ നമുക്ക് തേർഡ് കാർഡ് വന്നത് പേജ് ഓഫ് കപ്സ് ആണ്. ഇവിടെ കാണുന്നത് നിങ്ങൾ ആ ഒരു ആക്ഷൻ എടുക്കാൻ മടിക്കുന്നത് ഇമോഷണലായിട്ടുള്ള നിങ്ങളുടെ തിങ്കിങ് ആണ്. അതായത് നിങ്ങൾ റിസ്ക് എടുക്കുകയാണോ എന്ന് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരാം. അതുപോലെ നിങ്ങൾ വിചാരിക്കുകയാണ് നിങ്ങൾ അതിന് എക്സ്പീരിയൻസ്ഡ് അല്ല എന്ന്. അതായത് നിങ്ങളൊരു റിസ്ക് എടുക്കുന്നത് പോലെയാണ് നിങ്ങൾക്ക് തോന്നുന്നത്. ചിലപ്പോൾ നിങ്ങൾ ആ ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു സക്സസ് ആണോ ഫെയിലിയർ ആണോ വരുന്നത് എന്നറിയാത്ത ഒരു കൺഫ്യൂഷനിലാണ് നിങ്ങൾ നിൽക്കുന്നത്. സോ ആ ഒരു ചിന്തയാണ് നിങ്ങൾക്ക് ആ ഒരു ആക്ഷൻ എടുക്കാനായിട്ട് പറ്റാതെ നിൽക്കുന്നത്. സോ നിങ്ങളിവിടെ അതേപ്പറ്റി ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ്. പിന്നെ നമുക്ക് കാർഡ് വന്നത് ക്യൂൻ ഓഫ് സോർഡ്സ് ആണ്. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് പേര് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട്, നിങ്ങളെ റൈറ്റ് ആയിട്ടുള്ള വേ കാണിച്ചു തരാനായിട്ട് ഒരുപാട് പേരുണ്ട്. അല്ലെങ്കിൽ അത് ഒരാളായിരിക്കാം. നിങ്ങൾക്ക് ആ ഒരു സപ്പോർട്ട് യൂണിവേഴ്സ് നൽകുന്നുണ്ട്. സോ ഇത് നിങ്ങളെ കറക്റ്റായിട്ടുള്ള ഡയറക്ഷനിലേക്ക് എത്തിക്കും. ലാസ്റ്റ് കാർഡ് നമുക്ക് വന്നത് 8 ഓഫ് കപ്സ് ആണ്. ഇവിടെ ഒരു പോസിറ്റീവായിട്ടുള്ള എൻഡിങ് ആണ് കാണാൻ കഴിയുന്നത്. കാരണം നിങ്ങൾ ഒരു ഡിസിഷൻ എടുത്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് നമുക്കിവിടെ കാണാം, നിങ്ങളുടെ ഈ ഒരാഴ്ചയിലെ ഗോള് തന്നെ ഈ ഒരു ഏസ് ഓഫ് വാൻഡ്സ് ആണ്. ഒരു പുതിയ ബിഗിനിങ്, പുതിയൊരു ആക്ഷൻ, നിങ്ങളുടെ പാഷന് വേണ്ടി നിങ്ങളൊരു ആക്ഷൻ എടുക്കുക തന്നെ ചെയ്യണമെന്നാണ് ഒരു യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നതായിട്ടുള്ള ഒരു ഗോള് ഈ ഒരാഴ്ചയിൽ. നിങ്ങളുടെ എനർജി എല്ലാം അതിന് പോസിറ്റീവായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് ഉണ്ട്. നിങ്ങളെ കറക്റ്റായിട്ടുള്ള ഡയറക്ഷൻ കാണിച്ചു തരാനുള്ള ആൾക്കാരുണ്ട്. സോ നിങ്ങളുടെ കൺഫ്യൂഷനൊക്കെ മാറ്റിക്കൊണ്ട് നിങ്ങൾ സ്ട്രോങ് ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോവുക, ആക്ഷൻ എടുക്കുക.